ഹായ് ഫ്രണ്ട്സ്, ഞാൻ എറണാകുളത്ത് വന്നായിരുന്നു മോളുടെ അടുത്ത്. അപ്പോൾ മോളുടെ അടുത്ത ഫ്ലാറ്റിൽ താമസിക്കുന്ന ആന്റിയാണിത്. ആന്റി എന്റെ മോളെ എപ്പോഴും നന്നായിട്ട് നോക്കുകയും എല്ലാ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ ആന്റിക്ക് വേണ്ടി ഞാൻ ഇന്ന് ഇവിടെ ഒരു സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആന്റി എന്നെ കാണാൻ വന്നപ്പോൾ ഒരു ഗിഫ്റ്റുമായിട്ടാണ് വന്നത്. ആന്റിയുടെ പേര് രൂപാന്റി, രൂപാസ് കിച്ചൺ എന്നൊക്കെ പറഞ്ഞ യൂട്യൂബ് ചാനലൊക്കെ ചെയ്യുന്നുണ്ട്. ഇന്ന് ബിരിയാണി നമ്മുടെ സോളിന്റെ സ്പെഷ്യൽ ബിരിയാണി കഴിക്കാൻ വേണ്ടിട്ടാണ് ലഞ്ചിന്. അതെ 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 ഞാൻ അതിന് ഇവിടെ വന്നിരിക്കും. അപ്പൊ ആന്റിക്ക് സ്പെഷ്യൽ ബിരിയാണിയാണ്, ഇവിടെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് കഴിക്കാം. ഓക്കെ ഓക്കെ. സോളി എങ്ങനെ ബിരിയാണി സെറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. നമ്മൾ ആദ്യം ബിരിയാണി ചോറ് ഉണ്ടാക്കിയായിരുന്നു. അപ്പൊ അതിന്റെ ഒരു കുറച്ച് ചോറ് നമ്മൾ ആദ്യം ഇങ്ങനെ ഇട്ടു. എന്നിട്ട് നമ്മൾ ചിക്കന്റെ പീസ് എടുത്തിട്ട് അതിലേക്ക് നമ്മളിത് ഒത്തിരി ആക്കാത്ത കാരണം നമുക്ക് കുറച്ചല്ലേ ആക്കിയിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഒരു പീസും വേറെ ചെറിയ മസാല എല്ലാം കൂടെ കൂടി നമുക്ക് ഒരു പീസും കൂടി ഇതിനകത്തേക്ക് വെക്കാം. എന്നിട്ട് നമ്മളൊരു കുറച്ച് ചോറും കൂടെ ഇതിലേക്ക് നമ്മളിങ്ങനെ സെറ്റ് ചെയ്യും. കണ്ണൂർ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി സ്പെഷ്യൽ. നമുക്ക് വേഗം തയ്യാറാക്കാൻ പറ്റും. കൂടി വന്ന ഒരു അരമണിക്കൂർ കൊണ്ട് നമ്മൾ ഈ ബിരിയാണി ഇന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിനകത്ത് മുന്തിരി ഒന്നും ഒത്തിരി ഉള്ളി ഒന്നും വറുത്തിടുന്നത് ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല, ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് മാത്രം ഇങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതിങ്ങനെ കഴിക്കാം, സാലഡും കൂടെ കൂട്ടിയിട്ട്. അപ്പൊ രണ്ട് പ്ലേറ്റ് ഇരിട്ടി സ്പെഷ്യൽ സാധ്യം ബിരിയാണി ആണോ? താങ്ക് യു. കണ്ണൂർ ബിരിയാണി എന്ന് പറഞ്ഞാൽ അതിനെ തോപ്പിക്കാൻ ലോകത്തിലെ ഒരു ബിരിയാണി ഇല്ല. ഞാൻ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയതല്ലേ ഇത്. സിമ്പിളിന് വരെ ഇത്ര ടേസ്റ്റ്. അപ്പൊ ശരിക്കും അങ്ങ് ഉണ്ടാക്കിയാൽ എന്തായിരിക്കും? നമുക്ക് എല്ലാ ഫുഡും വാങ്ങിക്കാൻ കിട്ടുന്നത് നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്നതിന്റെ ടേസ്റ്റ് ഇല്ലല്ലോ. നമുക്ക് ഒരാളതും എനിക്ക് ഇഷ്ടമല്ല. പുറത്തുനിന്ന് വാങ്ങുന്നതേ ഞങ്ങൾ എപ്പോഴും മമ്മി വരുമ്പോ മേടിക്കുകയോ ചെയ്യുന്നത്. അപ്പൊ ഈ പ്രാവശ്യം മമ്മി പറഞ്ഞു ഉണ്ടാക്കാന്ന്. അതാണ്